UDF ജയിച്ചാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമെന്നല്ലോ ആൾക്കാർ കാണുന്നത്. ഇനി ജയിച്ചാൽ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് ആൾക്കാർ കാണുന്നത്. VD സതീശനെക്കുറിച്ചുള്ള പെർസെപ്ഷൻ തന്നെ വേറെയാണ് അല്ലേ? അന്നത്തെ UDFൻ്റെ നയങ്ങളാകമാനം VD സതീശൻ നടപ്പിലാക്കും. VD സതീശൻ വന്ന ഉടനെ കർണാടക നടപ്പിലാക്കാൻ ഉത്തരവിടും. അങ്ങനെയാണോ? VD സതീശൻ പുതിയൊരു വികസന കാഴ്ചപ്പാടും പുതിയൊരു കേരള ആശയവും അയാൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആശയത്തിനാണ് വോട്ട്, അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ 10 വർഷം മുമ്പത്തെ ഭരണത്തിനാണ് വോട്ടല്ല. അപ്പോൾ ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഈ തിയറിക്ക് തന്നെ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പിന്നോട്ട് പോയുള്ളതെല്ലാം എടുത്തുകൊണ്ട് വരിക. ബാലസഖാവ് ഇതൊന്നുമല്ല, ബാലസഖാവ് കൊണ്ടുവന്നിരിക്കുന്നത് മാറാട് കലാപം ചിലപ്പോൾ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പിന്നോട്ട് പോയി എല്ലാം എടുത്തുകൊണ്ട് വലിച്ചുകൊണ്ട് വരാൻ നിന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വലിച്ചുകൊണ്ട് വരേണ്ടി വരും എന്ന ചോദ്യം പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ UDFൻ്റെ ഭരണ നയത്തിലെ സമീപനത്തിലെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാമെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു മൈന്യൂട്ട് ഓഡിറ്റിന് പോയാൽ പല സംഗതികളും എടുത്തുകൊണ്ട് വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ കാലമായിട്ടല്ല പുതിയ VD സതീശൻ്റെ കാലത്തെ ജനം കാണാൻ പോവുക. അത് VD സതീശന് വേറെ തന്നെ ഒരു മാർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉമ്മൻചാണ്ടിക്ക് വേറെ ഒരു മാർക്ക്, രമേശ് ചെന്നിത്തലയ്ക്ക് വേറെ ഒരു മാർക്ക്, അല്ലെങ്കിൽ AK ആൻ്റണിക്ക് വേറൊരു മാർക്ക്. അല്ലാതെ ഈ കാലത്തിനില്ല. അപ്പം VS അച്യുതാനന്ദനുള്ള മാർക്കാണോ ഉള്ളത് പിണറായി വിജയനുള്ളത്? അല്ല. നായനാർക്കുള്ള മാർക്കല്ല പിണറായി വിജയനുള്ളത്. എല്ലാവരും എടുത്തിട്ടുള്ള ഒരേ സമീപനവും ഒരേ വികസന സമീപനമൊന്നും പോലും അല്ല. പലതരത്തിൽ നമുക്കതിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഇരുണ്ടകാലം പ്രോജക്റ്റിന് ആ നിലയ്ക്കുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള അഭിപ്രായം ഉള്ള ആളാണ് ഞാൻ. പിന്നെ ഇവരുടെ സൈബർ ടീമിനകത്ത് നടക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ വ്യക്തതയില്ല. പിന്നെ സ്ട്രാറ്റജീസിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. നോക്കണം എന്താണെന്ന്.